അപ്പോൾ ദേവന്മാരുടെ പ്രാർത്ഥനയെ കേട്ടിട്ട് അവിടുന്ന് ദേവസേനാനിയായി ഉള്ള പദവിയെ സ്വീകരിക്കണം. എന്നാൽ മാത്രമേ ഈ അസുരനിഗ്രഹത്തിനൊക്കെ വേണ്ടി പുറപ്പെടാൻ കഴിയൂ, സാധ്യമാവൂ. ശിവപുത്രനായിട്ടുള്ള ഭഗവാന്റെ അവതാരം തന്നെ ഈ താരക അസുരൻ തുടങ്ങിയിട്ടുള്ള, അതുപോലെ ശൂരപത്മൻ തുടങ്ങിയിട്ടുള്ളവരെ നിഗ്രഹിക്കാനാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയെ കേട്ടിട്ടാണ് അതിന് അനുഗ്രഹം നൽകി. തുടർന്ന് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു എന്നാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മണ്ഡപം തയ്യാറാക്കി, അലങ്കാരങ്ങളൊക്കെ ചെയ്തു, ദ്രവ്യങ്ങളെല്ലാം സംഭരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ പുണ്യനദികളിലെ തീർത്ഥം, സമുദ്രജലം, ഇതെല്ലാം അവിടെ തയ്യാറാക്കി. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ തന്നെ ത്രിമൂർത്തികളും അവിടെ സന്നിഹിതരാണ്. വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ളവർ എന്നാണ്. അങ്ങനെയുള്ള ഋഷീശ്വരന്മാരാണ് ഈ അഭിഷേകത്തിന് വേണ്ടതായ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ളത്. ഇപ്പൊ പുഷ്പവൃഷ്ടി ചെയ്യുക, ദേവവാദ്യങ്ങളെല്ലാം മുഴങ്ങുക, ദേവദുന്ദുഭി മുഴക്കുക, വേദമന്ത്ര ഉച്ചാരണത്തോടു കൂടിയിട്ട് വ്യത്യസ്തങ്ങളായ വാദ്യങ്ങളെ മുഴക്കിക്കൊണ്ട് എന്നാണ്. തിമില, വീണ, ശംഖം, മൃദംഗം, അങ്ങനെയുള്ള ആ വാദ്യ ഘോഷങ്ങളോടുകൂടിയിട്ട്. പിന്നെ ഗന്ധർവന്മാർ, കിംപുരുഷന്മാർ, അവരൊക്കെ ചേർന്നുകൊണ്ട് നൃത്തം ചെയ്യുക, സ്തോത്രങ്ങളെ ആലപിക്കുക. അപ്പോൾ അവിടെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ടാണ് ആ സുബ്രഹ്മണ്യനെ, സ്കന്ദനെ സേനാനിയായിട്ട്, സേനാപതിയായിട്ട്, ദേവന്മാരുടെ, ദേവസൈന്യങ്ങളുടെ പതിയായിട്ട് അഭിഷേകം ചെയ്യുന്നു എന്നാണ്. അപ്പൊ എല്ലാ ഉപചാരങ്ങളോടും കൂടി പൂജ ചെയ്തുകൊണ്ടാണ് അഭിഷേകം ചെയ്യുക. അപ്പൊ ഈ ദ്രവ്യങ്ങളെല്ലാം സംഭരിച്ച് പൂജ ആരംഭിച്ചു. അഭിഷേക സന്ദർഭത്തിൽ പുണ്യനദികളിലെ ജലം കൊണ്ടും സമുദ്രജലം കൊണ്ടും ഒക്കെ അഭിഷേകം ചെയ്തു. അതിനെ തുടർന്ന് പൂജയുടെ മറ്റുപചാരങ്ങൾ, ആചമനം, വസ്ത്രം, ഗന്ധം, യജ്ഞോപവീതം, ഇതൊക്കെ സമർപ്പിച്ചു. ധൂപദീപങ്ങളെ സമർപ്പിച്ചു. അങ്ങനെ സർവ രാജോപചാരം, എല്ലാ പൂജ, നമ്മൾ എവിടെ പൂജ ചെയ്യുമ്പോഴാണെങ്കിലും ഈ രാജ ഉപചാരങ്ങളോട് കൂടിയിട്ടാണ് പൂജ ചെയ്യുക. ആ ഉപചാരങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആണ് ആ അഭിഷേകത്തെ ഇവിടെ വളരെ ഭംഗിയായിട്ട് നിവർത്തിച്ചത് എന്ന് പറഞ്ഞു. അപ്രകാരം ദേവന്മാരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് അവരുടെ ആഗ്രഹത്തെ സഫലമാക്കാൻ വേണ്ടി, അവരുടെ സങ്കടങ്ങളെ തീർക്കാൻ വേണ്ടി ദേവസേനാപതിയായി അഭിഷിക്തനായി തീർന്നു. അതിനുശേഷം അപ്പൊ ഇവിടെ ചോദിക്കുകയാണ് മഹർഷിമാർ സൂതനോട്. നമ്മൾ ഈ പുരാണത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, സൂതശൗനക സംവാദ രൂപേണയാണ് മറ്റെല്ലാ പുരാണങ്ങളും പോലെ ശൗനകാദി ഋഷീശ്വരന്മാരുടെ പല സംശയങ്ങൾക്കുമുള്ള മറുപടിയായിട്ടാണ് ഇതിലെ കഥകളും ഇവിടെ വർണ്ണിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മഹർഷിമാർ ചോദിച്ചു, ഈ ഭഗവാൻ തന്നെ, ഈ സ്കന്ദൻ സുബ്രഹ്മണ്യൻ തന്നെയാണല്ലോ പ്രണവത്തിന്റെ മഹത്വം എന്താണ് എന്നുള്ളതിനെ ശ്രീപരമേശ്വരന്റെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ബ്രഹ്മാവിന് ഉപദേശിച്ചത്. അപ്പൊ ഇവിടെ രണ്ടും ഗുരുതുല്യരും പിതൃതുല്യരുമാണ്. ബ്രഹ്മാവ് പിതാമഹനാണ്, ശിവനാവട്ടെ സുബ്രഹ്മണ്യന്റെ പിതൃസ്ഥാനീയനാണ്. പക്ഷെ ഇവിടെ ഈ പ്രണവമന്ത്രത്തിന്റെ പ്രഭാവം എന്താണ്, അതിന്റെ താത്പര്യം എന്താണ്, അതിനെ ഉപദേശിക്കുന്നത് ഈ സ്കന്ദനാണ് എന്നാണ് ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് ഏത് സന്ദർഭത്തിലാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവിനെ ഒരിക്കൽ ഈ മായ, ശാംഭവീ മായ ബാധിക്കുകയും ആ മായ കൊണ്ട് മോഹിതനായി തീർന്ന ബ്രഹ്മാവിനൊരു അബദ്ധം പറ്റുകയാണ്. ഒരിക്കൽ കൈലാസത്തിൽ ആ ശിവദർശനത്തിനായിട്ട് എത്തിച്ചേർന്നു. ജഗദംബികയെയും
ആ ഭഗവാനെയും ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് വന്നു. ദർശനം നടത്തി, സ്തുതികളൊക്കെ ചെയ്തു. അപ്പൊ ആ സമയത്ത് ഇതേപോലെ ഗണപതിയെ പരീക്ഷിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഗണപതിയുടെ മുന്നിൽ അബദ്ധം പറ്റുന്നതായിട്ട്, അത് ആർക്കാണ്? കുബേരനാണ്. വൈശ്രവണന് അബദ്ധം പറ്റുന്നതായിട്ടാണ് മറ്റൊരു കഥ കാണാം. അതൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടും ഉണ്ടാവും. അത് പല രീതിയിലും ഈ ഗണപതി പ്രാതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ചാക്യാർ കൂത്തിലോ പാഠകത്തിലോ ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ഓട്ടം തുള്ളലോ ഒക്കെ ആയിട്ടോ ആ കഥ വിസ്തരിച്ച് കേട്ടിട്ടുണ്ടാവും. അത് ഇതേപോലെ മറ്റൊരു സന്ദർഭമാണ്. മായാമോഹത്തിൽ കുടുങ്ങിയിട്ട് എന്താണ് അന്ന് വൈശ്രവണന് സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. ഈ ഗണേശനെ നിസ്സാരനായിട്ട് പാർവതീ പരമേശ്വരന്മാരുടെ ഒരു പുത്രൻ എന്ന നിലയിൽ മാത്രം കണ്ടു. അങ്ങനെ പറ്റിയൊരു അബദ്ധമാണ്. അതും നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള കഥയാണ്. സാന്ദർഭികമായിട്ട് ചുരുക്കി ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഒരിക്കൽ ശ്രീനാരദ മഹർഷി ഒരു ഫലം കൊണ്ടുവന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള കഥകൾ പറയുമ്പോൾ നമുക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാവും. അവിടെ ഒരു സ്ഥലത്തേക്ക്, കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ സാമാന്യ ബോധമുള്ള ഒരാളാണെങ്കിൽ അവിടെ ഇപ്പോൾ 2-3 കുട്ടികൾ ഉണ്ടാവുമല്ലോ എന്ന് കരുതി നമ്മൾ എന്താണോ നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്താണെങ്കിലും അത് 2 അധികം കയ്യിൽ വെക്കൂ അല്ലേ. 2 കുട്ടികളുണ്ടെങ്കിൽ 2 പേർക്കും കൊടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ എന്താ പറ്റിയത്? ഇത് ഒരു പഴം കൊണ്ടുപോയി എന്നാണ്. അപ്പൊ അവിടെ ചെന്നു. ഗണപതി പൊതുവേ തന്നെ ഇപ്പൊ ഗണേശ പുരാണത്തിലൊക്കെ വിസ്തരിച്ച് ഗണേശ മഹിമകളെ വർണ്ണിക്കുമ്പോൾ തന്നെ കാണാം, അന്നം, ആഹാരം അല്ലെങ്കിൽ പഴങ്ങളോ മധുരപലഹാരങ്ങളോ ഇതൊക്കെ എത്ര കിട്ടിയാലും പോരാ എന്ന് പറയില്ല, മതി എന്ന് പറയില്ല. എത്ര കിട്ടിയാലും പോരാ പോരാ എന്നാണ്. അപ്പൊ ഈ പഴവുമായിട്ട് വരണ കണ്ടതും വഴിയിൽ വെച്ച് തന്നെ ഭഗവാന്റെ മുന്നിലേക്ക്, മഹാദേവന്റെ മുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കൈ കാണിച്ചു, തന്നോളൂ. അതത്ര ഇഷ്ടമായില്ല ഈ വൈശ്രവണന്. കാരണം നമ്മള് ദേവന് നിവേദിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ അവിടെ അകത്തേക്ക് കയറണതിന് മുമ്പ് തന്നെ ഒരു കുട്ടി വന്ന് എനിക്കൊരു പഴം തരുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു മടിയാവും. ഇത് നിവേദിച്ചിട്ട് കൊടുക്കായിരുന്നു. പക്ഷെ സംശയിക്കേണ്ട, അപ്പ കൊടുത്തോളൂ എന്നാണ്. ആരാണ് നമ്മുടെ മുന്നിൽ ഈ കുട്ടിയായിട്ട് വന്നതെന്ന് ചോദിക്കണമെന്ന് പറയാൻ പറ്റില്ല. ആ കുട്ടിയുടെ ഉള്ളിലുള്ള ചൈതന്യവും ഒന്ന് തന്നെയാണ്. അപ്പൊ ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇത് അകത്തു കൊണ്ടുപോയി നിവേദിച്ചിട്ടേ കൊടുക്കാവൂന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു വിവേകം തോന്നിയില്ല ഈ വൈശ്രവണന്. ഈ കുട്ടി ഗണേശൻ ചോദിച്ചപ്പോ കൊടുക്കാൻ തോന്നിയില്ല. അതെ, ഞാൻ അച്ഛന് സമർപ്പിക്കാനായിട്ടാണ്, അത് കഴിഞ്ഞ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഒടുവിൽ അവിടെ കൊണ്ടു ചെന്ന് സമർപ്പിച്ചു. അപ്പോഴേക്കും അതിനുവേണ്ടി തർക്കമായി. ഒടുവിൽ എന്താണ് ഈ വൈശ്രവണന് തോന്നുകയാണ്, ഇവിടെ ഈ കുട്ടികൾക്ക് വേണ്ടത്ര ഭക്ഷണമൊന്നുമില്ല, ഒന്നാമത് കൈലാസം, പിന്നെ ഭഗവാൻ തന്നെ ഈ ഭിക്ഷ എടുത്തിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു തോന്നല് വന്നു എന്നാണ്. ഈ കുട്ടിക്ക് വിശപ്പൊന്നും മാറാനുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുമ്പോഴേക്കും വഴിയിൽ വെച്ച് കൈ കാണിക്കുക. കുട്ടികളുടെ പ്രകൃതമാണത്, അവർക്കിത് വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷെ എന്തായാലും വൈശ്രവണന് അങ്ങനെ ഒരു ചിന്ത വന്നതോടുകൂടി എന്നാ അതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് ഗണപതി തീരുമാനിക്കുകയാണ്. അതാണ് ഗണപതി പ്രാതലിന്റെ ആദ്യ ഘട്ടം. എന്നിട്ടാണ് മഹാദേവനോട് ഈ വൈശ്രവണൻ പറയുന്നത്, അവിടുന്ന് ഒരു ദിവസം എന്റെ കൊട്ടാരത്തിൽ വന്ന് ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ തരാം, ഒരു ദിവസം കേമായിട്ട്. ഇവിടെ ഒന്നുമില്ലല്ലോ, അപ്പൊ അവിടെ വന്നാൽ സാമാന്യം പോലെ ഒരു ദിവസം കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞത്. ഭഗവാൻ ആ ഉദ്ദേശവും മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു വൈശ്രവണനോട്, വൈശ്രവണ അതൊന്നും വേണം എന്നില്ല, അല്ല അങ്ങ് വരണം. അപ്പൊ പറഞ്ഞു ഞാൻ പോവാറില്ല, വേണമെങ്കിൽ ദാ ഇവനെ അയക്കാം. അങ്ങനെ ഗണപതിയെ മാത്രം അയക്കാം എന്നായി. കാരണം ഭഗവാൻ അറിയാം ഇനി എന്താ ഉണ്ടാവാൻ പോണതെന്ന്. അങ്ങനെ ഒരു ദിവസം ഗണപതിയെ ക്ഷണിച്ചു വരുത്തിയിട്ട് കൊട്ടാരത്തിൽ വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് വിഭവങ്ങളൊക്കെ തയ്യാറാക്കി ഗണേശൻ വന്നങ്ങോട്ട് ഇരുന്നു. വിഭവങ്ങളൊക്കെ കൊണ്ട് വിളമ്പാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വൈശ്രവണം പെട്ടത്. കാരണം ഇത് കൊണ്ടുവന്ന് വയ്ക്കണേന് മുമ്പ് അതങ്ങോട്ട് തീരാണ്. ഇതിങ്ങനെ കൂടക്കണക്കിന് പഴങ്ങളും മധുരപലഹാരങ്ങളും
ഇതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് കൊണ്ടുവയ്ക്കണത് കാണാം. കൂടെ അടക്കം എന്നാണ്. കൊണ്ടുപോകണവർക്ക് പേടിയാണ്, എന്നെയും കൂടി വിഴുങ്ങുമോ എന്നുള്ള പേടിയിലാണ് അവര്